ഹലോ ഓൾ, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസാരിക്കുന്നത് നാസിഫ് അഹമ്മദ്, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള ഭയമുണ്ടോ? സ്വാഭാവികമായിട്ടും എനിക്കും വീഡിയോ കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും മരണത്തെക്കുറിച്ചുള്ളൊരു ഭയമുണ്ടാകും. ഇപ്പോൾ ഒരു വണ്ടിയിൽ കയറുന്ന സമയത്ത്, അല്ല ട്രെയിനിൽ കയറുന്ന സമയത്ത്, ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ മരണത്തെ പറ്റിയുള്ള ഭയം സ്വാഭാവികമായിട്ട് ഉണ്ടാകും. പക്ഷേ ഈ ഒരു ഭയം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്തരക്കാരെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളൊരു കേസായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലിനിക്കിലേക്ക് ഓൺലൈനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആള് കാനഡയിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവാണ്. നല്ല നിലയിലുള്ള ജോലിയും അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അങ്ങനെ കാനഡയിലെത്തി അവിടെ കുഴപ്പമില്ലാത്തൊരു ജോലി, നല്ല പേയ്മെൻ്റൊക്കെ ഉള്ളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള്. മാരീഡാണ്, വൈഫ് നാട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആൾക്ക് പണ്ട് മുതലേ ഈ ഒരു മരണത്തെ പറ്റിയുള്ളൊരു ചെറിയ രൂപത്തിലുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് അധികമായിട്ട് ഇപ്പോൾ അയാളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ടും ഇപ്പോൾ ആളുടെ കുടുംബത്തിൽ ഒരാൾ കുറച്ച് മുമ്പായിട്ട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യവാനായിരിക്കെ തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന രൂപത്തിൽ മരണപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഈ ആളുടെ നമ്മുടെ ഞാനീ പറയുന്ന ക്ലയൻ്റായിട്ട് വന്നുള്ള ആളുടെ പേടി വല്ലാതെ കൂടി. ഞാനും ഈ രൂപത്തിൽ തന്നെയാണല്ലോ, എനിക്കും ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സമയത്താണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും മരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ, എനിക്ക് ചെറിയൊരു വേദന പുറത്തുനിന്ന് വരുന്നത് അത് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാണോ? ഞാനിപ്പോൾ ഇവിടുന്ന് കുഴഞ്ഞു വീണ് മരിച്ചു പോകുമോ? ഇനി അതല്ല എനിക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ വീട്ടുകാർക്ക് ആരാണുള്ളത്? വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ ഞാനാണല്ലോ ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെ ഇൻ കേസ് അങ്ങനെ സംഭവിച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുക? എൻ്റെ റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞ് ഭാര്യ ഒറ്റക്കായി പോകുമല്ലോ, ഭാര്യയ്ക്ക് ഭർത്താവില്ലാതെ വിധവയായി പോകുമല്ലോ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചിന്തകൾ ഇയാൾ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മരണത്തെപ്പറ്റിയുള്ള ഭയമായത് കൊണ്ട് തന്നെ ഈ ഒരു എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും പെട്ടെന്ന് ഇയാളുടെ ചിന്തയിലേക്ക് മരണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഇയാൾക്ക് പറഞ്ഞ എല്ലാ ചിന്തകളും, ഫ്യൂച്ചറിലുള്ളതും ഭാവിയിലുള്ള കാര്യങ്ങളും എല്ലാ ചിന്തകളും ഇയാളുടെ മനസ്സിലേക്ക് വരികയാണ്. ഞാൻ മരിച്ചു പോയാൽ, ഇപ്പം മരിച്ചാൽ എന്ത് ചെയ്യും, എന്താണ് നാളെ എൻ്റെ അവസ്ഥ ഉണ്ടാവുക എന്നുള്ള രൂപത്തിലുള്ള ചിന്തകൾ ഇയാളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചിന്തകൾ വരുന്നത് കൊണ്ട് തന്നെ ഇയാൾ പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ, പേടിയുണ്ടാക്കുന്ന, സാധാരണഗതിയിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് കാറിൽ ലോങ് ഡ്രൈവ് പോവുക, അതിപ്പോൾ സാധ്യത ഉണ്ട് മരിക്കാനിപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ ഏത് ഘട്ടത്തിലും നമ്മൾ മരിക്കാം, ആ രൂപത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. പക്ഷെ ഇയാൾക്ക് ഈ ഒരു പേടി കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോങ് ഡ്രൈവ്സൊക്കെ മാക്സിമം ഒഴിവാക്കുകയാണ്. ഒറ്റക്ക് ഒരു സ്ഥലത്തും ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്നില്ല. അയാൾക്ക് വണ്ടിയുണ്ട്, പോകാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഉണ്ട്, നന്നായി ഡ്രൈവ് ചെയ്യുന്ന ആളൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഇയാൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇയാൾ ലോങ് ഡ്രൈവ് പോകും. അതേപോലെ തന്നെ ഒറ്റക്ക് പൊതുവെ അങ്ങ് പുറത്തിറങ്ങി നടക്കാനൊക്കെ ഒരു വല്ലാത്തൊരു ഭയം ഇയാൾക്ക് വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് ഇയാൾക്ക് പെട്ടെന്ന് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മരിച്ചാൽ എന്താ ചെയ്യുക, അങ്ങനെ മരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. പ്രത്യേകമായിട്ട് ഇയാൾക്ക് ഭയം ഉണ്ടാകുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത്, നമ്മുടെ ഈ വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ന്യൂസുകളൊക്കെ വരും. ഇയാൾ പെട്ടെന്ന് ഇപ്പോൾ ഗൾഫിലെ പ്രവാസികളിലൊക്കെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. അവരിതാ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ ഫോർവേഡായിട്ട് വരാറുള്ളതുണ്ട്. അത് പക്ഷേ ഈ ന്യൂസുകളൊക്കെ കാണുന്ന സമയത്ത് ഇയാൾ വല്ലാതെ പേടിക്കുകയാണ്. ഇപ്പം ഈ നടന്ന ഈ ഒരു യുവാവ് അവിടെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കായി മരിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താലും മരിച്ചു എന്ന് പറയുമ്പോൾ അത് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനും അതേപോലെയുള്ളൊരു യുവാവാണല്ലോ, ഞാനിപ്പോൾ മരണപ്പെടുവോ, ഞാൻ മരിച്ചാൽ എന്താണ് ചെയ്യുക എന്നുള്ള രൂപത്തിൽ വീണ്ടും വീണ്ടും ഈ ഒരു ചിന്തകൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇയാളോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇയാളുടെ മൈൻഡിലേക്ക് വരികയാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് ഇയാൾ അനുഭവിക്കുന്നത്. ഇത് ഇയാളുടെ ജോലിയെ ബാധിക്കുകയാണ്. ഇപ്പോൾ ഇയാൾക്ക് നല്ലൊരു
ഒരു പോസ്റ്റിലേക്കുള്ള ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഓഫർ ഇനിയിപ്പോൾ ഏകദേശം ഒരു 2 മന്ത്സും കൂടിയുണ്ട് ആ ഒരു പോസ്റ്റിലേക്ക് ഇയാൾ കയറുന്നതിന് വേണ്ടിയിട്ട്. നല്ല പേയ്മെൻ്റ് ഒക്കെ ഉള്ള നല്ല ആരും ആഗ്രഹിച്ചു പോകുന്നൊരു പോസ്റ്റാണ്. പക്ഷേ ആ ഒരു 2 മന്ത്സ് താനിവിടെ ഉണ്ടാവുമോ, താൻ ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടാവുമോ എന്നുള്ള വലിയൊരു ഭയമാണ് അയാൾക്കുള്ളത്. അപ്പോൾ ഇത് കാരണം പാപത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കിലൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ലേറ്റായിട്ട് മാത്രമേ അയാൾക്ക് ഉറക്ക് വരുന്നുള്ളൂ. അപ്പം അത്രയും സമയം ഇയാൾ ശ്രദ്ധ വേറെ എന്തെങ്കിലും രൂപത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോണിലൊക്കെ നോക്കിയിരിക്കും, യൂട്യൂബിലൊക്കെ നോക്കിയിരിക്കും. യൂട്യൂബിൽ നോക്കുന്ന സമയത്തും പെട്ടെന്ന് ഈ തരത്തിലുള്ള എന്തെങ്കിലും മരണത്തെക്കുറിച്ചുള്ളതോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചുള്ളൊക്കെ ന്യൂസൊക്കെ വരുമ്പോൾ ഇയാൾക്ക് ഒന്നുകൂടി ഭയം കൂടുകയാണ്. ഇതുമാത്രമല്ല, ആങ്സൈറ്റിയുടെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ടുള്ള ഈ ട്രംബ്ലിങ്, മേല് മൊത്തമായിട്ട് ഇങ്ങനെ കിടുകിട വിറക്കുക എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഇയാൾക്കുണ്ട്. അതേപോലെ തന്നെ കൈയൊക്കെ ഇപ്പം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പറയുമല്ലോ, പൂച്ചയെ കൊന്നിട്ട് ഇങ്ങനെ കൈ വിറക്കുന്നുണ്ടെന്നൊക്കെ, പൂച്ചയെ കൊന്നുകൊണ്ടാണ്. അപ്പോൾ അതുപോലുള്ളൊരു കൈ വിറയൽ ഇയാൾക്കും ഇപ്പോൾ ഇയാൾ അനുഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇയാൾക്ക് എപ്പോഴും ഒരു തലയിൽ വലിയൊരു ഭാരം കയറ്റി വെച്ചതുപോലുള്ളൊരു ഫീലിംഗ് ആണെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൂടാതെ കൈകളിലും കാലുകളിലൊക്കെ ചെറിയൊരു തരിപ്പുണ്ട്. അതേപോലെ തന്നെ ഈ മസിൽസിലൊക്കെ ചെറിയൊരു കടച്ചിലും ഇയാൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആങ്സൈറ്റിയുടെ ഫിസിക്കലായിട്ടുള്ള സിംറ്റംസ് മാത്രമാണ്. ഇയാൾ ഒരുപാട് ചെക്കപ്പൊക്കെ ചെയ്തതാണ്. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും വേദനയൊക്കെ വരുന്ന സമയത്ത് ഇയാൾ കരുതുക ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റം ആണോ, ഞാൻ നാളെ മരിക്കാൻ പോവാണെന്ന് കരുതിയിട്ട് നേരെ ഡോക്ടറെ അടുത്ത് പോകും. അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അയാളെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ മരിക്കുന്നതല്ല, ഇത് വേറെന്തെങ്കിലും ആണ്, അല്ലെങ്കിൽ വേറൊരു അസുഖത്തിൻ്റെ ലക്ഷണമല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത്. പക്ഷേ എന്നിട്ട് കൂടി ഇയാളുടെ ഈ ഒരു മരണത്തെക്കുറിച്ചുള്ള ഭയം അങ്ങോട്ട് പോകുന്നില്ല. മറിച്ച് ചെറിയൊരു ഹാർട്ട് ബീറ്റ് ചെറുതായിട്ടൊന്ന് ഇടിപ്പ് കൂടുന്ന സമയത്ത് ഇയാൾക്കവിടെ ഞാനിതാ ഹാർട്ട് അറ്റാക്കായി മരിക്കാൻ പോവുകയാണോ എന്നുള്ള സംശയം അവിടെ വരികയാണ്. അതോടുകൂടി മറ്റുള്ള എല്ലാ ചിന്തകളും വരികയാണ്. ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇയാളൊരു ദൈവവിശ്വാസി കൂടിയാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ഇശാവൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് ഒരുപാട് ഖുർആനൊക്കെ ഓതി, അതായത് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പടച്ചവൻ്റെ അടുത്ത് പോയാൽ എന്താകും എന്നുള്ളൊരു ഭയം കൂടി ഇയാൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പാവം എപ്പോഴും കിടന്നുറങ്ങുക. അപ്പോൾ അതുമാത്രമല്ല, ചിലപ്പോൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഇയാൾക്ക് വല്ലാതെ ഞാനിപ്പം മരണപ്പെട്ടു പോയാലോ, ഞാനിപ്പം മരിച്ചാൽ എന്താ ചെയ്യാന്നൊക്കെ കരുതിയിട്ട് വല്ലാതെ ഭയം വരും. ചില ഘട്ടങ്ങളിലൊക്കെ നിസ്കാരം നിർത്തിയിട്ട് ഇയാൾ പോയിട്ടുണ്ട്. കാരണം ഈ പേടി വല്ലാതെ കൂടി വരുന്നത് കൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അയാളുടെ പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അയാളുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പേഴ്സണൽ ലൈഫിനെ വരെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഈ ഒരു ഡെത്ത് ആങ്സൈറ്റി വരുമ്പോഴാണ് അത് വലിയൊരു പ്രോബ്ലമായിട്ട് മാറുന്നത്. അല്ലാതെ നോർമലായിട്ട് എല്ലാവർക്കും മരണത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാകും. എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അതൊരു പരിധി കടന്നു കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ജീവിതത്തിലെ മറ്റുള്ള ഒരുപാട് ഡൊമൈൻസിനെ ബാധിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് അത് തടയുന്ന രൂപത്തിൽ അത് വളരുമ്പോഴാണ് അത് പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറുന്നത്. ഇയാൾ OCDയുടെ കുറച്ച് ലക്ഷണങ്ങളും കൂടി ഇയാൾക്ക് ഉണ്ടായിരുന്നു. അത് നോക്കിയ സമയത്ത് ഈ ചെക്കിങ് കമ്പൽഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ഉണ്ടായിരുന്നു. ഇത് റൂമിൻ്റെ ഡോറൊക്കെ ലോക്ക് ചെയ്താൽ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 3 പ്രാവശ്യമെങ്കിലുമൊക്കെ വന്നിട്ട് ഒന്ന് കൺഫേം ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൂട്ടിയിട്ടില്ലേ, ഇയാൾക്കറിയാം പൂട്ടുന്ന സമയത്ത് നന്നായിട്ട് പൂട്ടിയിട്ടുണ്ടാകും, എന്നാലും ഒന്നുകൂടി വന്നിട്ട് ഇയാൾക്ക് നോക്കണമായിരുന്നു. അപ്പം അത്തരത്തിലുള്ള 1, 2, 3 കാര്യങ്ങൾ നമ്മൾ വൈബോക്സ് നോക്കുന്ന സമയത്ത്, അതിൻ്റെ ഡയഗ്നോസിസ് നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഒബ്സസീവായിട്ടുള്ള തോട്ട്സാണ് ഇയാൾക്ക് മരണത്തെക്കുറിച്ച് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ചിന്തകൾ വരുന്ന സമയത്ത് അയാൾക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഉറക്ക് വളരെ കുറവാണ്. ഭക്ഷണമാണെങ്കിൽ അതിനേക്കാൾ അപ്പുറമാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു പേടി ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അതിനോട് യാതൊരു താല്പര്യവും ഇല്ല. മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഒരുപാടായി. വേറൊരു കാര്യം അയാൾ പറഞ്ഞത്, ഈ രാത്രിയാണ് പൊതുവേ ഇയാൾക്ക് പേടി വല്ലാതെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഉറക്കുന്നൊക്കെ ഞെട്ടി എഴുന്നേൽക്കും. അപ്പോൾ ഞെട്ടി എഴുന്നേറ്റാൽ പിന്നെ ഉറക്ക് വരികയില്ല, ഈ പേടി വല്ലാതെ വരുന്നുണ്ടാകും. ആ സമയത്ത് ചിലപ്പോൾ ഇയാൾ ഭാര്യയെ വിളിക്കും, നാട്ടിലുള്ള ഭാര്യയാണ്, അപ്പോൾ നല്ല ടൈം ഡിഫറൻസും ഉണ്ടാവും അവിടെ. അപ്പോൾ ചിലപ്പോൾ ഇവർ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇയാൾ വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കേട്ട് കൊടുക്കുന്നൊരു നല്ല സപ്പോർട്ടാണ്. എന്നാൽ ഇയാൾക്ക് പേടിയാണ്. ഭാര്യ ആണെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞതാണെങ്കിൽ അവരും
ചിന്തിക്കൂലേ ഇയാൾക്കെന്തോ ഇങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് അങ്ങനെയുള്ള ഒരു പേടിയും കൂടി ഭാര്യ എന്നെ ഇട്ടേച്ച് പോവോ, ഇവള് എനിക്കെന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് കരുതിയിട്ട് ഒഴിവാക്കി പോകുമോ എന്നുള്ള പേടി കൂടി പാവത്തിനുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് പേടികളും ഒരുപാട് വലിയ സങ്കടങ്ങളുമായിട്ടായിരുന്നു ഇയാൾ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുള്ളത്. അയാൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇത് വെറും ആങ്സൈറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അയാൾക്കുണ്ടാകുന്ന ഫിസിക്കൽ സിംറ്റംസ് അതൊക്കെ ആങ്സൈറ്റി കൊണ്ടുണ്ടാകുന്നതാണ്, യാതൊരു തരത്തിലുള്ള ഒരു മെഡിക്കലായിട്ടുള്ള കാരണങ്ങളും ഇതിനുണ്ടാവുകയില്ല. ആങ്സൈറ്റി എപ്പോഴാണോ കുറയുന്നത്, ബോഡിയുടെ സ്ട്രെസ് ലെവൽ എത്രത്തോളം കുറയുന്നോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഒക്കെ മാറും. പിന്നെ മരണത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും തോട്ട് ചലഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ ഇയാൾക്ക് ഒരുപാട് ആ മരണത്തിനെ കുറിച്ചുള്ള ഭയം കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നല്ല, മറിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി തീവ്രത കുറഞ്ഞു. അതേപോലെ തന്നെ ഈ ചിന്തകൾ വരുന്ന ആ ഒരു ഡ്യൂറേഷൻ, നേരത്തെ ഒരുപാട് സമയത്തേക്ക് ചിന്ത വന്നാൽ അത് ഉണ്ടാകുമായിരുന്നു, അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റ സെഷൻ കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ 1, 2, 3 സെഷനൊക്കെ എടുക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം തന്നെ അയാൾക്ക് അതിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷനും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ഒരു ചേഞ്ച് ആയിട്ട് തന്നെയാണ് അയാൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോബിയാസും കാര്യങ്ങളൊക്കെ ഉള്ള അവരുടെ ജീവിതമൊക്കെ ഭയങ്കര കഷ്ടത്തിലായിരിക്കും അവർ തള്ളി നീക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ആരെയെങ്കിലും കാണുകയാണെങ്കിൽ ഈ ഒരു ചെറിയൊരു കൗൺസിലിംഗ് സെഷൻ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഏതായാലും ഈ ഒരു ഡെത്ത് ആങ്സൈറ്റിയെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ്.